അസ്ട്രോ യു മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്, നിങ്ങളെ നഷ്ടപ്പെടുമോ എന്നുള്ള ഭയം ആ വ്യക്തിയെ വേട്ടയാടുന്നു. ഇഷ്ട വ്യക്തിയെ ഓർത്ത് ഈ വീഡിയോ കാണുക. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാകുന്നത്. അതുകൊണ്ട് തന്നെ ഈ ചാനലിലെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നിങ്ങളെ നഷ്ടപ്പെടുമോ എന്നുള്ള ഭയം ആ വ്യക്തിയെ വേട്ടയാടുന്നുണ്ട്. തീർച്ചയായിട്ടും നിങ്ങളും ആ വ്യക്തിയും മുന്നോട്ട് പോകുന്നു. ജീവിതത്തിൽ എല്ലായ്പ്പോഴും ഒരേ നിലപാടല്ല, ഒരേ രീതിയല്ല അവലംബിക്കപ്പെടുന്നത്. ജീവിതത്തിൽ വ്യത്യസ്തമായ സാഹചര്യങ്ങളാണ് ഉണ്ടാകുന്നത്. നിങ്ങൾക്കറിയാം. അപ്പം നമ്മൾ ഏറ്റവും അടുത്ത ആളോട് ഒപ്പം ചേർന്ന് സന്തോഷകരമായിട്ട് ജീവിക്കുകയാണെങ്കിലും, എല്ലാ പ്രശ്നങ്ങളെയും അതിജീവിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണെങ്കിലും, ജീവിതത്തിലെ ഏറ്റവും അടുത്ത ആളുടെ നമ്മളും തമ്മിലുള്ള ബന്ധത്തിൽ പോലും ഓരോ ഘട്ടത്തിലും ചില വാക്കുകൾ, പ്രവൃത്തികൾ, അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ മാറ്റങ്ങൾ സംഭവിക്കുന്നു. എപ്പോഴും നമ്മളല്ല ആ വ്യക്തി. കാര്യം ശരിയാണ്, ആത്മാർത്ഥമായ ഇഷ്ടം, പ്രണയമൊക്കെ ഉണ്ട്, കടന്നു പോകുന്നു. പക്ഷെ പലപ്പോഴും നമ്മളല്ല ആ വ്യക്തി. ആ വ്യക്തിയിലേക്ക് സ്വതന്ത്രമായ തീരുമാനങ്ങളുണ്ട്, സ്വതന്ത്രമായ നിലപാടുകളുണ്ട്. നമ്മളേറ്റവും കൂടുതൽ ആത്മാർത്ഥതയോടെ ഇഷ്ടപ്പെടുമ്പോഴും സ്നേഹിക്കുമ്പോഴും ആ വ്യക്തിയുടെ മനസ്സിൻ്റെ ഉള്ളിൽ നമ്മളെക്കുറിച്ചുള്ള ചില ചിന്തകൾ വ്യത്യസ്തമായിരിക്കും. ചിലപ്പോൾ ആ വ്യക്തിയുടെ മനസ്സിൽ ഒന്നും ഉണ്ടാവില്ല, പക്ഷെ ആ വ്യക്തി നമ്മളെ വിട്ട് പിരിഞ്ഞു പോവുകയാണോ എന്നുള്ളൊരു സംശയം നമുക്കുണ്ടാകുന്നു. ചിലപ്പോൾ ആ വ്യക്തിക്ക് മറ്റു തരത്തിലൊക്കെ തോന്നിയേക്കാം. അതായത്, നമ്മൾ ആ വ്യക്തിയെ ഇട്ടിട്ട് പോകുമോ, സ്നേഹം കുറയുന്നുണ്ടോ. എപ്പോഴും ഒരു വ്യക്തിക്ക് ഒരേ രീതിയിൽ സംസാരിക്കാൻ കഴിയില്ല. മാത്രമല്ല, നമ്മൾ മാത്രമല്ല ആ വ്യക്തിയുടെ ലോകത്ത്. നമ്മൾ സ്നേഹിക്കുന്നു, ഇഷ്ടപ്പെടുന്നു, വളരെ പോസിറ്റീവായിട്ട് മുന്നോട്ട് പോകുന്നു. പക്ഷെ നമ്മൾ മാത്രമല്ലാതെ ഒരുപാട് ഘടകങ്ങളുണ്ട്. നമ്മൾ മാത്രം അല്ലാതെ ഉള്ള ആ ഘടകങ്ങൾ ആ വ്യക്തിയുമായിട്ടുള്ള ജീവിതത്തിനെ ബാധിച്ചേക്കാം. നമ്മൾ മാത്രം അല്ലാതെയുള്ള പല ഘടകങ്ങളും ആ വ്യക്തിയും നമ്മളും തമ്മിലുള്ള ജീവിതത്തിൽ ബാധിച്ചേക്കാം. ആ വ്യക്തിയും നമ്മളും തമ്മിലുള്ള ജീവിതത്തിന് ഉണ്ടായേക്കാം. ഏതായാലും ആ വ്യക്തിയും നമ്മളും തമ്മിലുള്ള ജീവിതത്തിൽ നമ്മൾ മാത്രമല്ലാത്ത ഘടകങ്ങൾ സ്വാധീനിക്കുന്നുണ്ട്. നിങ്ങൾ ആ വ്യക്തിയുടെ സ്നേഹം കുറവാണ്, ആ വ്യക്തി നിങ്ങളെ സ്നേഹിക്കുന്നില്ല എന്ന് കരുതിയ സമയങ്ങളുണ്ട്. അത് കഴിഞ്ഞുപോയി. ഇപ്പോൾ ആ വ്യക്തി ചിന്തിക്കുന്നു. ഇപ്പോൾ നമ്മുടെ വിഷയം അതാണ്. ആ വ്യക്തി നിങ്ങളെ നഷ്ടപ്പെടുമോ എന്ന് ചിന്തിക്കുകയാണ്. അതിന് ആ വ്യക്തിക്ക് തോന്നാനുള്ള കാരണമെന്ന് വെച്ചാൽ, നിങ്ങളും ആ വ്യക്തിയുടെ ചുറ്റുവട്ടത്ത്, അല്ലെങ്കിൽ ആ വ്യക്തിയും നിങ്ങളും തമ്മിലുള്ള ആ ഒരു ജീവിതാന്തരീക്ഷത്തിൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ചില ആളുകൾ ഇടപെടുന്നു. അതിൽ ഒന്നുമില്ല എന്ന് നിങ്ങൾക്കൊരു പക്ഷെ അറിയാൻ കഴിയും. പക്ഷെ ആ വ്യക്തി അതിനെ ഭയക്കുന്നുണ്ട്. നിങ്ങളുടെ ഭാഗത്തു നിന്ന് ഈ അടുത്ത കാലത്ത്, അല്ലെങ്കിൽ ഈ അടുത്ത സമയത്ത് ചില കാര്യങ്ങളുണ്ടായ മറുപടികൾ, ചില കാര്യങ്ങളുണ്ടായ ചില കാര്യങ്ങൾ, ഇതെല്ലാം പരിഗണിക്കുമ്പോൾ, ഇതെല്ലാം പറയുമ്പോൾ, ചില വ്യത്യസ്തതകൾ, ചില വ്യത്യസ്തമായ നിലപാടുകൾ, ആ നിലപാടിൻ്റെ വെളിച്ചത്തിൽ ആ വ്യക്തിക്ക് ഭയപ്പെടാനുള്ള ചില സാഹചര്യങ്ങൾ ഉണ്ടായിരിക്കുന്നു. അതായത്, നിങ്ങളെ നഷ്ടപ്പെടുമോ എന്നുള്ള ചിന്ത ആ വ്യക്തിയെ പിന്തുടരാനായിട്ടുള്ള ചില സാഹചര്യങ്ങൾ ഈ അടുത്തുണ്ടായി. നിങ്ങൾ ആ വ്യക്തിയെ വിട്ടേച്ച് പോകുമോ, നിങ്ങളെ മറ്റാരെങ്കിലും സ്വന്തമാക്കുമോ, ഒരുപക്ഷെ മറ്റാരെങ്കിലുമായിട്ടുള്ള നിങ്ങളുടെ ഒരു സംസാരത്തെയോ പരിചയത്തെയോ ഒക്കെ ആ വ്യക്തി ഭയപ്പെടുന്നുണ്ട്. മാത്രമല്ല, നിങ്ങളുമായി ബന്ധപ്പെട്ട ആളുകളോ അല്ലെങ്കിൽ നിങ്ങളുടെ ഇടയിലുള്ള ആളുകളോ നിങ്ങളുടെ കാര്യത്തിൽ ആ വ്യക്തിയെ ചിലപ്പോൾ ഭയപ്പെടുത്തിയിട്ടുണ്ടാവാം. ചിലപ്പോൾ തെറ്റിദ്ധാരണജനകമായിട്ട് നിങ്ങളും ആ വ്യക്തിയും തമ്മിൽ ഉള്ള ബന്ധം അറിയാവുന്ന, നിങ്ങളുമായിട്ട് നല്ല ബന്ധത്തിലുള്ള ആരെങ്കിലും ആ വ്യക്തിയോട് രഹസ്യമായിട്ട് പറഞ്ഞേക്കാം, ഇങ്ങനെ പോയാൽ നിനക്ക് ആ വ്യക്തിയെ നഷ്ടപ്പെടുമെന്നുള്ള ഒരു ഹിൻഡ് നൽകിയേക്കാം. അതിൽ സത്യം ഉണ്ടാവണമെന്നില്ല. ജീവിതത്തിൽ നിങ്ങളെ ഒരു പക്ഷേ ഇത്രയും കാലം മൈൻഡ് ചെയ്യാതെ, നിങ്ങളെ ഇത്രയും കാലം
പരിഗണിക്കാതെ എപ്പോഴും നിങ്ങൾ ആ വ്യക്തിക്കൊപ്പം ഉണ്ടാവുമെന്ന് വിചാരിച്ചായിരിക്കും ആ വ്യക്തി മുന്നോട്ട് പോയത്. പക്ഷേ ചില സാഹചര്യങ്ങൾ, അതിന് സംശയിക്കത്തക്ക രീതിയിലുള്ള സാഹചര്യങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകാമല്ലോ. ആ സാഹചര്യങ്ങൾ ഉണ്ടായപ്പോൾ ആ വ്യക്തിക്ക് തോന്നിയാണ്, എനിക്ക് എൻ്റെ വ്യക്തിയെ നഷ്ടപ്പെടുമോ, എൻ്റെ വ്യക്തി എന്നെ ഇഷ്ടപ്പെടാതെ പോകുമോ, എൻ്റെ വ്യക്തിയുടെ സ്നേഹം എന്നിൽ നിന്നും തട്ടിയെടുക്കാനായിട്ട് ആരെങ്കിലും വരുമോ എന്നുള്ള ഒരു ചിന്ത ആ വ്യക്തിയുടെ മനസ്സിൽ കട്ട പിടിച്ചിരിക്കുന്നു, അല്ലെങ്കിൽ കനം വെച്ച് വരുന്നു. അത് എന്തുകൊണ്ടാണ് എന്നുള്ളത്, അതിന് ചില സാഹചര്യങ്ങളുണ്ടാകാം. ചിലപ്പോൾ നിങ്ങളറിയാത്ത, നിങ്ങൾ ഈ സംഭവം അറിഞ്ഞിട്ട് പോലും ഉണ്ടാവില്ല, ഈ വ്യക്തിയുടെ മനസ്സിൽ നിങ്ങൾ സാധാരണ രീതിയിൽ ജീവിച്ചു പോകുന്നു. പക്ഷേ ചില പെരുമാറ്റങ്ങൾ കണ്ടപ്പോൾ നിങ്ങൾക്ക് സംശയം തോന്നി, എന്താണ് ഈ വ്യക്തി ഇങ്ങനെ ചിന്തിക്കുന്നത്, എന്താണ് ഈ വ്യക്തി ഇങ്ങനെ പറയുന്നതെന്നൊക്കെ നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടാകാം. അതിൻ്റെ ഒരു കാരണം ഇത് തന്നെയാണ്. അപ്പോൾ നിങ്ങളോട് കൂടുതൽ അറ്റാച്ച്ഡ് ആകാൻ ചിലപ്പോൾ ആ വ്യക്തി ശ്രമിക്കും. മുൻപ് നിങ്ങളെ പരിഗണിക്കാതെ, മുമ്പ് നിങ്ങളെ കണക്കാക്കാതെ പോയ സാഹചര്യങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഇപ്പോൾ നിങ്ങളെ ഒരു ഓവറായിട്ട് കെയർ ചെയ്യുന്നുണ്ടാവാം. അത് രണ്ട് രീതിയിൽ ആ സംസാരങ്ങളും പെരുമാറ്റങ്ങളും വരാം. ഒന്ന്, നിങ്ങൾ നഷ്ടപ്പെടുമോ എന്നുള്ള ഭയത്തിൽ നിങ്ങൾക്ക് കൂടുതൽ സ്നേഹം നൽകുന്നൊരവസ്ഥ ഉണ്ടായേക്കാം. നിങ്ങൾക്ക് കൂടുതൽ സ്നേഹം നൽകിയിട്ട് മുന്നോട്ട് പോകാം. അല്ലെങ്കിൽ നിങ്ങളോട് കൂടുതൽ ദേഷ്യപ്പെട്ടുകൊണ്ട് മുന്നോട്ട് പോകാം, നിങ്ങളുടെ നിലപാടിലുള്ള ദേഷ്യം. പക്ഷേ ദേഷ്യത്തിന് കാരണമൊന്നും പറയില്ല. അപ്പോൾ നിങ്ങൾക്ക് തന്നെ അത്ഭുതം തോന്നും, പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ഈ വ്യക്തി എന്താണ് ഇങ്ങനെ എന്നോട് ദേഷ്യപ്പെടുന്നത് എന്നുള്ള ചിന്ത നിങ്ങൾക്കുണ്ടാവും. എന്തായാലും ആ വ്യക്തിയുടെ മനസ്സിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ട്, ആ വ്യക്തിയുടെ മനസ്സിൽ ഒരു ചെറിയ ഭയങ്ങൾ ഉണ്ടാകുന്നു. നിങ്ങൾ നഷ്ടപ്പെടുമോ എന്നുള്ളത്, നിങ്ങൾക്ക് ഇത്രയും കാലം നിങ്ങളെക്കുറിച്ചൊരു മതിപ്പ്, ഒരുപക്ഷെ നിങ്ങൾ ഏതെങ്കിലും ഒരു മേഖലയിൽ ശ്രദ്ധിക്കപ്പെട്ടു തുടങ്ങിയ ആളുകൾ പറയുകയോ ആ വ്യക്തിക്ക് സ്വയമേവ തോന്നുകയോ ഒക്കെ ചെയ്യുമ്പോൾ, എന്നെ ഇട്ടേച്ച് പോകുമോ അല്ലെങ്കിൽ എന്നെ പരിഗണിക്കാതിരിക്കുമോ, ആ വ്യക്തിയുടെ ആത്മവിശ്വാസം ഏതോ ഒരു ഘട്ടത്തിൽ നഷ്ടപ്പെടുന്നു. ആത്മവിശ്വാസം നഷ്ടപ്പെടുന്നതിൻ്റെ തെളിവുകൾ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. ആ വ്യക്തി സ്വന്തം കഴിവിൽ മതിപ്പില്ലാതെ പിന്നോട്ട് പോവുക, അല്ലെങ്കിൽ നിങ്ങളുടെ കരിയറിലോ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ മുന്നേറുമ്പോൾ നിങ്ങളെ പ്രോത്സാഹിപ്പിക്കുകയും നിങ്ങളെ പിന്താങ്ങുകയും ചെയ്യുന്ന ചില ആളുകൾ, അവർ ചിലപ്പോൾ ഓവറായിട്ട് തന്നെ നിങ്ങളെ പിന്താങ്ങാം. നിങ്ങളുടെ വ്യക്തിയുടെ മുമ്പിൽ നിങ്ങളെ ഓവറായിട്ട് പിന്താങ്ങുകയൊക്കെ ചെയ്യുന്ന ചില ആളുകളുടെ പെരുമാറ്റം, അത് ആ വ്യക്തിയെ ഒരുപക്ഷെ കൂടുതൽ അങ്ങനെ ഒരു ചിന്തയിലേക്ക് കൊണ്ടുപോയേക്കാം. ഏതായാലും ആ വ്യക്തിയും നിങ്ങളും തമ്മിലുള്ള ബന്ധത്തിൽ ആ വ്യക്തിയുടെ മനസ്സിൻ്റെ ഉള്ളിൽ ചില സംശയങ്ങൾ, ചില ദുഃഖങ്ങൾ, എനിക്ക് എൻ്റെ വ്യക്തിയെ നഷ്ടപ്പെടുമോ എന്നുള്ളൊരു ചിന്ത വന്നിരിക്കുന്നു. മുമ്പുണ്ടായിരുന്നില്ലത്. മുമ്പ് ആ വ്യക്തി കരുതിയത് എന്നും എപ്പോഴും എല്ലാ കാലത്തും എൻ്റെ ഒപ്പം ഉണ്ടാകും, എൻ്റെ വ്യക്തി എൻ്റെ ഒപ്പം ഉണ്ടാകാതിരിക്കില്ല എന്നൊരു ചിന്തയിലാണ് കടന്നുപോയത്. പക്ഷേ അതിൽ നിന്ന് വ്യത്യസ്തമായി ഇപ്പോൾ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നു. അതിൽ നിന്ന് വ്യത്യസ്തമായി ഇപ്പോൾ നിങ്ങളുടെ വ്യക്തിയുടെ പെരുമാറ്റം മാറുന്നു, സാഹചര്യം മാറുന്നു. ആരും ഇല്ല എന്ന് കരുതി തിരസ്കരിക്കപ്പെട്ട നിങ്ങളുടെ ഒരു മൂല്യം വർദ്ധിച്ചിരിക്കുന്നു. നിങ്ങളുടെ ശക്തി നിങ്ങൾക്ക് നൽകിയൊരു അനുഗ്രഹമാണ്. കാരണം നിങ്ങളൊന്നുമല്ല എന്ന് നിങ്ങൾ സ്നേഹിക്കുന്ന ആളുടെ മനസ്സിലുണ്ടെങ്കിൽ പോലും അത് ആ ബന്ധത്തിനെ ബാധിക്കും. ആ ബന്ധം ചെറുതായി കാണാനായിട്ട് അവർ ശ്രമിക്കും. അവരതിനേക്കാൾ മൂല്യമുള്ള ആളുടെ അല്ലെങ്കിൽ വ്യക്തികളുടെ ഒപ്പം പോയില്ലെങ്കിലും എന്നെ കിട്ടിയത് നിങ്ങളുടെ ഒരു ഭാഗ്യമാണ്, എനിക്ക് പ്രതീക്ഷിക്കാനായിട്ട് നിങ്ങളിലൊന്നുമില്ല എന്നൊരു തോന്നൽ എത്ര ആത്മാർത്ഥ ബന്ധമാണെങ്കിലും ചിലരുടെ മനസ്സിലുണ്ടാവും. പ്രണയിക്കുന്നവരും ഇഷ്ടപ്പെടുന്നവരും ഒരുമിച്ച് ജീവിച്ചു പോകുന്നവരും തമ്മിൽ ഇങ്ങനെയുള്ള ചില ഈഗോ ക്ലാഷ് ഉണ്ടാകുമ്പോൾ യഥാർത്ഥത്തിൽ സ്നേഹബന്ധത്തിൻ്റെ തുടക്കത്തിൽ ഈ എവിടെ വെച്ചാണോ വിരുദ്ധ അഭിപ്രായം, വിരുദ്ധമായ നിലപാടുകൾ വരുന്നതെന്ന് വെച്ചാൽ ഏതെങ്കിലും ഒരു വ്യക്തിയുടെ മനസ്സിൽ
നിങ്ങളിൽ ഏതെങ്കിലും ഒരു വ്യക്തിയുടെ മനസ്സിൽ ഞാനാണ് വലുതെന്നുള്ളൊരു അഹംഭാവം, നിങ്ങളെ കിട്ടിയതുകൊണ്ട് എനിക്ക് കുറച്ച് നഷ്ടമുണ്ടായി, അല്ലെങ്കിൽ എനിക്ക് ഇതിലും വലുത് കിട്ടിയേനെ എന്നൊരു ചിന്ത ഏത് ഘട്ടത്തിൽ വന്നാലും ശരി, അതിനെ സ്വാധീനിക്കാനുള്ള കാരണങ്ങൾ മറ്റു ചില ആളുകൾ ജീവിതത്തിലേക്ക് വന്നുകൊണ്ട് വെറുതെ സന്തോഷത്തോടെ ജീവിക്കുന്ന രണ്ട് വ്യക്തികളുടെ ജീവിതത്തിൽ അലോസരങ്ങൾ സൃഷ്ടിക്കണം. അവരുടെ ഒരു വാക്ക് മതി, പക്ഷെ അത് സ്ഥിരമായിട്ട് അവരതിന് ടാർഗറ്റ് ചെയ്ത് പ്രവർത്തിക്കും. അങ്ങനെ നിങ്ങൾക്ക് സന്തോഷിക്കാനും നിങ്ങൾക്ക് ജീവിതത്തിൽ മുന്നേറ്റം ഉണ്ടാകാനുള്ള അവസരങ്ങൾ നഷ്ടപ്പെടുന്നു. ആ അവസരങ്ങൾ നഷ്ടപ്പെടുക വഴി ഉണ്ടാകുന്ന ചില പ്രതിസന്ധികൾ, നഷ്ടപ്പെടുന്ന വഴി നിങ്ങൾക്ക് നഷ്ടപ്പെടുന്ന സമാധാനം, അങ്ങനെയുള്ള സാഹചര്യങ്ങളൊക്കെ ഉണ്ടാകാം. പക്ഷേ ഇവിടെ അതിന് വിരുദ്ധമായിട്ടാണ് സംഭവിച്ചത്. നിങ്ങളെ നഷ്ടപ്പെടുമെന്നുള്ള ഭയം ആ വ്യക്തിക്ക് ഉണ്ടാകണം. ആദ്യം ആ വ്യക്തിക്ക് അത് ഉണ്ടായിരുന്നില്ല. ആദ്യം ആ വ്യക്തിക്ക് അത് ഉണ്ടാകാതിരുന്ന സമയത്ത് ആ ലവ്, ആ പ്രണയം, ആ ഇഷ്ടം ഒരു നാച്ചുറലായിട്ടുള്ള രീതിയിലാണ് കടന്നുപോയത്. പക്ഷെ ഇപ്പോൾ അത് വ്യത്യസ്തമായ രീതിയിലേക്ക് പോകുന്നു, വ്യത്യസ്തമായ നിലപാടുകളിലേക്ക് പോകുന്നു. അത് വലിയ തരത്തിലുള്ള ഒരു തകർച്ചകൾ, വലിയ തരത്തിലുള്ള ചില നഷ്ടങ്ങളൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. നിങ്ങളെയും നിങ്ങളുടെ വ്യക്തിയെയും നഷ്ടപ്പെടുന്ന ഒരു, നിങ്ങൾക്ക് പരസ്പരം നഷ്ടപ്പെടുന്നൊരവസ്ഥയിലേക്ക്, ഒരു സംശയത്തിൻ്റെ നിഴലിലേക്ക് പോകുന്നു. പരസ്പരം ഇഷ്ടപ്പെടുമ്പോഴും സ്നേഹിക്കുമ്പോഴും ഒരുമിച്ച് ജീവിക്കുമ്പോഴും ആശയവിനിമയം നടത്തുമ്പോഴും ഞങ്ങളൊന്ന് എന്നുള്ള രീതിയിൽ ജീവിക്കുമ്പോഴും ആ വ്യക്തിക്കുള്ളിൽ നിങ്ങൾ നഷ്ടപ്പെടുമോ എന്നുള്ളൊരു ഭയം ഉണ്ടാകുമ്പോൾ ആ ബന്ധത്തിൻ്റെ വാക്കുകളും സ്നേഹവും ഒക്കെ യാന്ത്രികമാകുന്നു. ഇടയ്ക്ക് നിങ്ങളെ വിശ്വാസമില്ലാത്തൊരു തലത്തിലേക്ക് വരുന്നു. നിങ്ങളെ വിശ്വസിക്കാത്ത നിലയിലേക്ക് ആ വ്യക്തി വരുമ്പോൾ നിങ്ങൾക്കും അത് വിഷമാവുകയാണ്. കാരണം എൻ്റെ വ്യക്തി എന്നെ വിശ്വസിക്കുന്നില്ലെങ്കിൽ പിന്നെ ഞാൻ എന്തൊക്കെ ചെയ്തിട്ട് എന്താ കാര്യം? നിങ്ങൾക്കത് മനസ്സിലാകുന്നില്ല. എന്താണ് ആ വ്യക്തി അങ്ങനെ ചിന്തിക്കുന്നത്? എന്തുകൊണ്ടാണ് ആ വ്യക്തിയുടെ മനസ്സിൽ അങ്ങനെ ഒരു ചിന്തയുണ്ടാകുന്നത്? നിങ്ങൾക്കതിനെക്കുറിച്ച് മനസ്സിലാക്കാൻ കഴിയുന്നില്ല. യഥാർത്ഥത്തിൽ ഒരു സുപ്രഭാതത്തിൽ ആ വ്യക്തി നിങ്ങളോട് വലിയ സംശയത്തിൽ, വലിയ തരത്തിലുള്ള ഒരു ഉറപ്പില്ലായ്മയോ അല്ലെങ്കിൽ ഒരു ആ വ്യക്തിയുടെ വിശ്വാസം നഷ്ടപ്പെട്ട രീതിയിലോ സംസാരിക്കുന്നു. നിങ്ങൾക്കതിൻ്റെ ഒരു ഹിൻഡ് മനസ്സിലാവുന്നില്ല. ഏതെങ്കിലും ഒരാൾ, ഒരു തേർഡ് പാർട്ടി, ഒരു പക്ഷേ നിങ്ങളെയും നിങ്ങളുടെ വ്യക്തിയെയും തമ്മിലടുപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ ഇങ്ങനെയൊക്കെ ആ വ്യക്തിയുടെ മനസ്സിൽ ചിന്ത കൊണ്ടുവന്നിട്ട് ആ വ്യക്തിയും നിങ്ങളും തമ്മിലുള്ള പ്രണയത്തിൻ്റെ മെലഡിയെ നഷ്ടപ്പെടുത്താൻ ശ്രമിച്ചേക്കാം. അതാകാൻ കാരണം നിങ്ങൾ നിങ്ങളുടെ വ്യക്തിയുമായിട്ട് തുറന്ന് സംസാരിക്കുക. കാരണം ആ വ്യക്തിയെ വേട്ടയാടുന്ന ആ ഭയത്തെ ആ വ്യക്തിയിൽ നിന്ന് നിവാരണം ചെയ്തു പോവുക. നിങ്ങളൊന്നുകൊണ്ടും ഭയപ്പെടേണ്ട. അപ്പോൾ നിങ്ങളുടെ മനസ്സിൽ ആത്മാർത്ഥമായ സ്നേഹമുണ്ട്, ഇഷ്ടമുണ്ടെങ്കിലും അത് ആ വ്യക്തിയോട് പറയുന്ന രീതിയിൽ ചിലപ്പോൾ നിങ്ങൾക്ക് ഫലിപ്പിക്കാൻ കഴിയില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ മാക്സിമം രീതിയിൽ ഫലിപ്പിക്കാൻ ശ്രമിച്ചാൽ ആ വ്യക്തി അത് മനസ്സിലാക്കണമെന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ആ വ്യക്തിയുമായിട്ട് നിങ്ങൾ തുറന്ന് സംസാരിക്കുക. നിങ്ങൾക്ക് തോന്നും ഈ വ്യക്തിക്ക് ഞാൻ എന്താണ് നൽകാതിരുന്നത്, എന്താണ് കുഴപ്പം, എന്താണ് ഇപ്പം ഇങ്ങനെ ചിന്തിക്കുന്നതെന്നൊക്കെ നിങ്ങൾക്ക് തോന്നും. പക്ഷേ ആ വ്യക്തിയുടെ മനസ്സിൽ ഇത്രയും വിരുദ്ധമായ ഒരു അസത്യത്തെ അല്ലെങ്കിൽ ഒരു വ്യാജമായ കാര്യത്തെ ഉണ്ടാക്കിയെടുക്കുന്നതിൽ ചില വ്യക്തികൾ, സാഹചര്യം മാത്രമല്ല, ചില ആളുകൾക്ക് സാഹചര്യങ്ങളിൽ തോന്നും എൻ്റെ വ്യക്തി എന്നെ വിട്ടു പോകുമോ എന്നുള്ള ചില സാഹചര്യത്തിൽ തോന്നും. ഇതിപ്പോൾ സാഹചര്യത്തിൽ തോന്നിയില്ലെങ്കിലും ചില ആളുകൾ നിരന്തരമായി നിങ്ങളുടെ വ്യക്തിയിൽ ജീവിതത്തിൽ ഇടപെടുകയും അവരറിഞ്ഞില്ല, ഞാനൊന്നും അറിഞ്ഞില്ലേ എന്നുള്ള ഭാവത്തിൽ ചില സംശയങ്ങളും ചില കാര്യങ്ങളൊക്കെ ആ വ്യക്തിയിലേക്ക് മാറ്റും. ചില ആളുകൾ അവർ തന്നെ അതുപോലെ പെരുമാറും. നിങ്ങളുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടാക്കുന്ന രീതിയിൽ അവർ പെരുമാറും. അവരുടെയൊക്കെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ നിങ്ങളെ സ്വന്തമാക്കാമെന്നൊന്നും അല്ലായിരിക്കില്ല, സമാധാനപരമായി നിങ്ങളുടെ വ്യക്തിയെയും ജീവിതത്തെ തകർക്കുക. ചിലപ്പോൾ ആ വ്യക്തിയുടെ മനസ്സിൽ അങ്ങനെ തോന്നിയേക്കാം. അതുകൊണ്ടായിരിക്കാം ആ ഭയം വേട്ടയാടുക. ഏതായാലും ഒരു ഭയമുണ്ട്. നിങ്ങൾ ഒറ്റപ്പെടുത്തുമോ ആ വ്യക്തിയെ? നിങ്ങളുടെ മനസ്സിൻ്റെ ഉള്ളിൽ നിന്നുള്ള തുറന്ന് ഉള്ള സംസാരങ്ങൾ ആ വ്യക്തിയിലേക്ക് വരണം. എങ്കിൽ മാത്രമേ ആ വ്യക്തിക്ക് അതിനെക്കുറിച്ച് മനസ്സിലാക്കാൻ കഴിയുള്ളൂ.
എങ്കിൽ മാത്രമേ ആ വ്യക്തിക്ക് അതിനെക്കുറിച്ചൊരു അവബോധം ലഭിക്കുകയുള്ളൂ. അങ്ങനെ ആ വ്യക്തി മനസ്സ് തുറന്ന് സംസാരിക്കും, കാര്യങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളോട് അറിയിക്കുകയും ചെയ്യും. നിങ്ങൾ ആ വ്യക്തിയുമായിട്ട് തുറന്ന് സംസാരിച്ചത് ആ വ്യക്തിയുടെ മനസ്സിലുള്ള ഭയം മാറ്റിയെടുക്കണം. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.